ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് എന്തായാലും നമുക്ക് മുന്നോട്ട് സോളാർ എന്നുള്ളൊരു എനർജി സോഴ്സ് വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മുടെ വീടിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. വീട് പണിയുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസുകളിലൂടെ നമുക്ക് വീടിനെ സോളാറിന് വേണ്ടി റെഡിയാക്കി നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഓൺ ഗ്രിഡ് ആയിക്കോട്ടെ, ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിക്കോട്ടെ, എങ്ങനെ നമുക്ക് സോളാർ ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ വീടിനെ റെഡിയാക്കി വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിർത്താം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത്തരത്തിൽ റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ചെയ്യുന്ന പണികൾ കുറച്ച് വൃത്തിയായിട്ടിരിക്കും. അതായത് പൊതുവെ സോളാർ ഇൻസ്റ്റലേഷനൊക്കെ ശേഷം ഓപ്പൺ ആയിട്ടുള്ള പൈപ്പുകളൊക്കെ വരും. അതുപോലെ തന്നെ മറ്റ് റീ അറേഞ്ച്മെൻറ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും വൃത്തി വളരെയധികം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീട് പണി തീർത്ത് പിന്നീടായിരിക്കും സോളാറിനെ പറ്റി ആലോചിക്കുന്നത്. മുൻപ് കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്, പഴയ വീടുകളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അത്യാവശ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് സോളാർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷമായിരിക്കും, നമ്മൾ വീട് പണിക്ക് ശേഷമായിരിക്കും സോളാർ ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നത്. ആ സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് സോളാർ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് സേഫ്റ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്. സേഫായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ കൃത്യമായിട്ട് പറയുന്നത്. സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട അറേഞ്ച്മെൻറ്റുകളെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോളാർ കോമ്പാറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ സോളാറിന് വേണ്ടി നമ്മൾ പുതിയ വീടുകൾ പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓൺ ഗ്രിഡിനായിട്ട് 2 മീറ്റർ ബോക്സുകൾ, നമുക്കറിയാം നമ്മുടെ സോളാറിൽ 2 മീറ്ററുകൾ വരുന്നുണ്ട്. ഒരു മെയിൻ മീറ്റർ, അതായത് അതിൻ്റെ നെറ്റ് മീറ്റർ വരും. കൂടാതെ സോളാറിന് വേണ്ടി റെഫറൻസ് മീറ്ററും വെക്കേണ്ടി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ 2 മീറ്റർ ബോക്സുകൾ കൺസീൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് അടുത്തടുത്ത് ചേർന്നിരുന്നോളും. സാധാരണ ഇതിൽ സോളാർ ചെയ്യുന്ന സമയത്ത് റെഫറൻസ് മീറ്റർ ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ വീട് പണിയുന്ന സമയത്ത് തന്നെ 2 മീറ്റർ ബോക്സുകൾ കൺസീൽഡ് ചെയ്ത് അവ തമ്മിൽ ഒരു 1 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ 2 പൈപ്പുകൾ വെച്ച് ലിങ്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഓപ്പണായിട്ട് മീറ്റർ ബോക്സുകൾ വെക്കാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സോളാർ വെക്കാൻ പ്ലാനുള്ളവർ സാധാരണ രീതിയിലുള്ള കാട്രിഡ്ജ് ഫ്യൂസുകൾ കൊടുക്കാതെ 32 ആംപിയറിൻ്റെ കാട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസുകളാണ് നോർമലി ഈ മീറ്റർ ബോക്സിൻ്റെ കൂടെ വരുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഹൈ റപ്ചറിങ് കപ്പാസിറ്റി, അതായത് HRC ഫ്യൂസുകൾ 63 ആംപിയറിന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂസുകൾ അടിക്കടി പോകുന്ന പ്രശ്നം ഒഴിവാക്കാം. സാധാരണ ഇതിൽ 5 കിലോവാട്ടൊക്കെ സിംഗിൾ ഫേസിൽ ഓൺ ഗ്രിഡ് ചെയ്യുന്ന കേസിൽ നമുക്ക് 30 ആംപിയർ വരെയൊക്കെ ചില സമയങ്ങളിൽ കറണ്ട് എക്സ്പോർട്ട്, വീട്ടിൽ ആളില്ലാത്ത സമയത്ത്, നല്ല വെയിലുള്ള സമയത്തൊക്കെ ഈ ഫ്യൂസ് യൂണിറ്റ് വഴിയായിരിക്കും കറണ്ട് എക്സ്പോർട്ട് ആവുന്നത്. പലരും പറയുന്നൊരു പരാതിയാണ് ഫ്യൂസ് കാട്രിഡ്ജുകൾ പെട്ടെന്ന് കത്തിപ്പോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ടെർമിനേഷൻ അല്ലെങ്കിൽ ഔട്ട് വരുന്ന പോർഷന് ബേൺ ആയി പോകുന്ന ഒരു പ്രശ്നം. അപ്പോൾ അത് ഈ കാരണം കൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് 30 ആംപിയർ അല്ലെങ്കിൽ 25 ആംപിയറിന് മുകളിൽ കറണ്ട് വരുമ്പോൾ 32 ആംപിയറിൻ്റെ ഫ്യൂസ് ആണെങ്കിൽ അത് ഓവർ ഹീറ്റായിട്ട് ബേൺ ആയി. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലൊക്കെ നേരിട്ട് മീറ്റർ ബോക്സിൽ വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള HRC ഫ്യൂസ് യൂണിറ്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക്, കൃത്യമായിട്ടുള്ള ന്യൂട്രൽ ലിങ്ക് 63 ആംപിയറിൻ്റെ തന്നെ ഉപയോഗിക്കുക. ന്യൂട്രൽ ലിങ്കും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ലോഡ് ബാലൻസ്ഡ് അല്ലാത്ത കേസിലൊക്കെ 3 ഫേസിൽ ന്യൂട്രൽ കറണ്ട് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ന്യൂട്രൽ ലിങ്ക് നോർമൽ ടൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ന്യൂട്രൽ മിസ്സായി കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഡാമേജ് നമ്മുടെ ഡിവൈസുകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് സോളാറിന് വേണ്ടി നമ്മളൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സോളാർ പിന്നീട് എന്തായാലും ചെയ്യേണ്ടി വരുമായിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടൽ. അതുപോലെ 3 ഫേസ് കണക്ഷൻ ആണെങ്കിലും സിംഗിൾ ഫേസ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സർവീസ് വയറുകൾ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കേസിൽ ഉപയോഗിച്ചിരിക്കുന്നത് 10 സ്ക്വയർ mm ആർമേഡ് കേബിളാണ്. ആർമേഡ് കേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആർമറിങ് വരുന്നുണ്ട്, പിന്നെ XLP ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ ഇൻസുലേഷൻ വരുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അലുമിനിയം കേബിളാണ് എങ്കിൽ നമുക്ക് ഒരു 50 ആംസ് വരെയൊക്കെ ഈസി ആയിട്ട് കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ള കേബിളുകളാണ്. കേബിൾ ലെങ്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ABC കേബിളുകൾ, ഏരിയൽ ബഞ്ച് കേബിളുകൾ ഉപയോഗിക്കാം. അതാകുമ്പോൾ ഓരോ ഫേസിനും ഓരോ കേബിളും സെപ്പറേറ്റ് ഒരു ന്യൂട്രൽ കേബിളും വേണ്ടി വരും. അതായത് 4 കേബിൾ ഉപയോഗിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ആർമേഡ് കേബിൾ ഉപയോഗിക്കുമ്പോൾ 4 കോർ കേബിൾ ഉപയോഗിച്ചാൽ മതിയാവും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. മെയിൻ മീറ്റർ ബോക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് മീറ്റർ ബോക്സോടെ ചെയ്ത് വെച്ചേക്കുക. പിന്നീട് സോളാറിൻ്റെ റെഫറൻസ് മീറ്റർ, അതായത് സോളാർ മീറ്റർ വരുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ 3 ഫേസ് മീറ്റർ തന്നെയാണ്, മീറ്റർ ബോക്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സിംഗിൾ ഫേസ് സോളാർ ഇൻസ്റ്റൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ സിംഗിൾ ഫേസ് ആണെങ്കിലും വെച്ചാൽ മതി. പക്ഷേ 3 ഫേസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ നിലവിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല.
അതിനുവേണ്ടിയുള്ള UG കേബിളൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അല്പം ദൂരെയാണ് നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഇരിക്കുന്നത്. അതായത് 2-3 ഭിത്തി മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കേബിളുകൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ UG കേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മീറ്റർ ബോക്സ് 3 ഫേസ് മീറ്റർ ബോക്സ് വേണമെങ്കിലും വെക്കാം. കൂടാതെ ഇവിടെ നമ്മളൊരു ടൈപ്പ് 1+2 SPD ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാൻ്റെയും ഒരു SPD ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്ഥല സൗകര്യം ഇവിടെ കിട്ടും. കൂടാതെ ഒരു ഐസൊലേറ്റർ ഇവിടെ വരും. പിന്നെ ഇവിടെ ഒരു 4 പോൾ ചേഞ്ച് ഓവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് 63 ആംപിയറിൻ്റെ. ഈ ചേഞ്ച് ഓവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷനോ എന്തെങ്കിലും വരുന്ന സമയത്ത് ഒരു ജനറേറ്ററൊക്കെ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് ലോഡുകൾ ഈ ചേഞ്ച് ഓവർ താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോക്കറ്റിൽ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസുകളിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 63 ആംപിയറിൻ്റെ ചേഞ്ച് ഓവർ. നോർമലി ചേഞ്ച് ഓവർ കൊടുക്കണം നിർബന്ധമില്ല, ഒരു ഐസൊലേറ്റർ കൊടുത്താലും മതി. കാരണം ഇത് അത്യാവശ്യം വിലയുള്ള സാധനമാണ്. ഐസൊലേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇരട്ടിക്ക് മുകളിൽ വില വരും. കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെ വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം വരുന്നൊരു ഫംഗ്ഷന് വേണ്ടി ഇങ്ങനെ ചേഞ്ച് ഓവർ കൊടുക്കണം നിർബന്ധമില്ല. നമുക്ക് ഇതിൻ്റെ ടെർമിനൽസ് അഴിച്ചിട്ട് ജനറേറ്റർ കണക്ട് ചെയ്താലും മതിയാവും. എന്തായാലും ഇങ്ങനെ ഒരു ഡിസ്കണക്ഷൻ സ്വിച്ച് ഇവിടെ നിർബന്ധമായിട്ട് വേണം, ഐസൊലേറ്റർ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ഓവർ ഉപയോഗിച്ച് ജനറേറ്ററോടെ കൊടുക്കാവുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ഈ മീറ്റർ ബോക്സ് ഒന്നും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടില്ല. ഇത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. സോളാർ വരുന്ന സമയത്ത് ഈ കേബിളുകൾ എക്സ്ട്രാ വരുന്ന കേബിളുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കിത് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു 3 ഫേസ് മീറ്റർ വേണമെങ്കിലും വെക്കാം, സോളാർ റെഫറൻസ് മീറ്റർ വെക്കാം, SPD ഉണ്ട്, പിന്നെ ഒരു ഐസൊലേറ്റർ അവിടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 മീറ്റർ ബോക്സുകൾ നമ്മൾ കൺസീൽ ചെയ്ത് വീട് പണിയുന്ന സമയത്ത് തന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ SPD, സോളാറിൻ്റെ മീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ നെറ്റ് മീറ്റർ അല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ മീറ്റർ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫ്യൂസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സർവീസ് വയർ, നോർമൽ രീതിയിലുള്ള വെതർ പ്രൂഫ് സർവീസ് വയറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 6 സ്ക്വയർ mm വരെയൊക്കെ ഉള്ളൂ KSEB അവർ അലോട്ട് ചെയ്ത് തരത്തുള്ളൂ. 10 സ്ക്വയർ mm ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നിന്ന് കുറച്ചുകൂടെ മുടക്കുകയാണെങ്കിൽ നമുക്ക് ആർമഡ് കേബിളോ അല്ലെങ്കിൽ ABC കേബിളൊക്കെ വാങ്ങിക്കാം. അതൊക്കെ ആകുമ്പോൾ ഒരു 40 വർഷം വരെയൊക്കെ നമുക്ക് ലൈഫ് കിട്ടും. സാധാരണഗതിയിൽ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പൈപ്പുകളൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് എവിടെയെങ്കിലും നമ്മുടെ റൂഫിൽ നിന്ന് ഒരു പൈപ്പിലൂടെ DC കേബിൾ കൊണ്ടിരുന്നു. ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ എന്തായാലും നമുക്ക് കൺസീൽ ചെയ്യാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ DC-DB, AC-DB ഒക്കെ ഒരു പരിധി വരെ ഓപ്പൺ DBകളാണ് വരുന്നത്. അതിൻ്റെ SPD ഒക്കെ നമുക്ക് കാറ്റച്ചൊക്കെ മാറാനായിട്ടുള്ള സൗകര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. കൂടാതെ നമ്മുടെ വീട്ടിലുള്ള വൈഫൈ മോഡമായിട്ട് അത് അത്യാവശ്യം അടുത്തായിരിക്കണം, ഒരു 15 മീറ്റർ ലെങ്തിനുള്ളിലായിരിക്കണം, എങ്കിലേ ഉള്ളൂ നമുക്ക് അതുമായിട്ടുള്ള വൈഫൈ കമ്മ്യൂണിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നത് തന്നെ ഓൺ ഗ്രിഡിന് നമുക്ക് ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ മുൻപേ കൺസീൽ ചെയ്തിടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മുകളിൽ നിന്ന് ഒരു 3/4 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് കൺസീൽ ചെയ്തിട്ടാൽ DC കേബിളുകൾ അതിലേക്ക് വലിച്ചു കൊണ്ടുവരാം. മെയിനായിട്ട് നമുക്ക് അത്യാവശ്യം വരുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻവെർട്ടർ പോയിന്റ് എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരു പ്രത്യേക പോർഷൻ. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള ലൈനുകൾ വരാനായിട്ട് ഒരു 25 mm ഒരു പൈപ്പ് കൺസീൽ ചെയ്തിരുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് 6 സ്ക്വയർ mm 2 DC കേബിളുകൾ പുറത്ത് താഴത്തേക്ക് വരാനായിട്ടുള്ള രീതിയിൽ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കൺസീൽ DB ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂഫ് ടോപ്പിൽ നിന്നൊരു 2 പൈപ്പുകൾ നമ്മൾ താഴത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മുൻപൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ വിശദവിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ നമ്മൾ സോളാർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഇൻവെർട്ടർ പോയിന്റ് സെപ്പറേറ്റ് എന്തായാലും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് KSEB സപ്ലൈയും ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടും രണ്ടും സോക്കറ്റിനുള്ളിൽ വന്ന് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫാണ്. ഈ സോക്കറ്റിൻ്റെ ഉള്ളിലേ സപ്ലൈ വന്ന് നിൽക്കത്തുള്ളൂ, പിന്നിൻ്റെ അഗ്രത്തിൽ അല്ലെ പിന്നിൽ സപ്ലൈ ഒരിക്കലും വരില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് KSEB ഇൻപുട്ട് നമ്മുടെ സോളാർ ഇൻവെർട്ടറിന് അല്ലെങ്കിൽ നമ്മുടെ സാധാ ഇൻവെർട്ടറിന് കൊടുക്കണമെങ്കിൽ ഇത് ഇവിടെ കുത്തിയാൽ മതിയാവും. ഇൻവെർട്ടറിൻ്റെ ഔട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ലോഡ് സൈഡിലേക്ക് പോകുന്ന കേബിൾ ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ വയർ. നമുക്കിവിടെ കുത്തി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇൻവെർട്ടർ ഉപയോഗിക്കേണ്ട ബൈപ്പാസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഇൻവെർട്ടർ വെക്കാൻ തൊട്ട് മുന്നേയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കണമെങ്കിൽ EB സപ്ലൈയിലേക്ക് ഈ കേബിൾ അല്ലെങ്കിൽ ഈ പിന്ന് ഊരി കുത്തിയാൽ മതിയാവും. ചുരുക്കം പറഞ്ഞാൽ KSEB സപ്ലൈയും ഇവിടെ വന്ന് നിൽപ്പുണ്ട്, ഇൻവെർട്ടറിൻ്റെ സപ്ലൈ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഊരി മാറ്റി കുത്തി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ സേഫാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. കൂടാതെ പിന്നിൽ നിന്ന് ഷോക്ക് അടിക്കുന്ന പ്രശ്നം വരുന്നില്ല. സെപ്പറേറ്റ് 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫാക്കി ഓണാക്കി വളരെ സേഫായിട്ട് സാധാരണ ഒരു സോക്കറ്റ് ഉപയോഗിക്കുന്നത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻവെർട്ടർ പോയിന്റ് പ്രത്യേകിച്ച് ഓഫ് ഗ്രിഡിൻ്റെ പ്ലാനുള്ളവർ ഇത്തരത്തിൽ ചെയ്തിരുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഒരു പൈപ്പ് കൺസീൽഡ് ചെയ്ത് നമ്മുടെ ഇൻവെർട്ടർ പോയിന്റ് അടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് DC MCB കൊടുക്കാം. അതിനകത്ത് ഒരു DB ഓപ്പണായിട്ട് വേണമെങ്കിലും വെച്ചാൽ മതി. ഇത് നമ്മൾ ചെയ്ത സമയത്ത് അങ്ങ് ചെയ്ത് പോയതുകൊണ്ട് അന്നേരം അങ്ങ് ചെയ്തതാണ്.
അതുപോലെ സോളാർ ചെയ്യുന്ന കേസിൽ എന്നുള്ളതല്ല, നമുക്ക് ഇൻവെർട്ടർ സിസ്റ്റംസ് ഉപയോഗിക്കുമ്പോൾ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് 2 dB ഒരു പവർ DB കൊടുക്കുക, കൂടാതെ തന്നെ ഒരു ലൈറ്റ് DB. അതായത് ഇതിനകത്താണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് വന്ന് ഇതിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. പവർ DBയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ L&Tയുടെ ഒരു സെലക്ടർ DB ആണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു 6 way DB ആണ്. അതായത് ഓരോ ഫേസിലും 6 MCBകൾ വെച്ച് കണക്ട് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ നമുക്കൊരു 4 പോൾ ഐസൊലേറ്ററും ഒരു RCCBയും 63 ആംപിയറിൻ്റെ 30 മില്ലി ആംപിയർ ട്രിപ്പിംഗ് കറണ്ട് വരുന്ന ഒരു RCB നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പവർ DB ചെയ്തിട്ടുണ്ട്. പവർ DB എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുത്. ഇത് നമുക്ക് മോട്ടർ ആവശ്യഘട്ടങ്ങളിൽ സോളാർ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മുകളിലേക്ക് ഇട്ട സോളാർ, താഴത്തേക്ക് ഇട്ട KCB എന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാം തന്നെ നോക്കിയാൽ അറിയാം 16 ആംപിയറിൻ്റെ 20 ആംപിയറിൻ്റെ ഒക്കെയാണ് നമ്മൾ ഐസൊലേറ്ററുകൾ അല്ലെങ്കിൽ MCBകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാ മുറികളിലേക്കുള്ള AC സപ്ലൈകളാണ്, AC പോയിൻറ്റുകളാണ്. പിന്നെ കിച്ചണിലേക്കുള്ള പവർ പ്ലഗുകൾ. മറ്റ് ഇതിൽ നിന്ന് തന്നെ ഒരു സപ്ലൈ ആണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നൊരു സെപ്പറേറ്റ് ഫേസ് ന്യൂട്രൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ DBകൾ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ ഏൽപ്പിക്കുക. വയറിങ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ എണ്ണം അതുപോലെ പവർ പോയിൻറ്റ്സിൻ്റെ എണ്ണം കൃത്യമായിട്ട് എണ്ണിയ ശേഷം വേണ്ടിയ പൈപ്പുകൾ ആദ്യം തന്നെ ഇട്ടുവിടുക. അല്ലെങ്കിൽ പൈപ്പുകൾ കൺജസ്റ്റഡ് ആവും, DBയിൽ സ്പേസ് ഇല്ലാതെ പോകും. അപ്പോൾ കൃത്യമായിട്ട് സർക്യൂട്ട് കൗണ്ട് ചെയ്ത ശേഷം മാത്രം വേണം നമ്മൾ DB എത്ര വലിപ്പത്തിലുള്ള വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ലൈറ്റ് DB എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇൻവെർട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് അത് ഈ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിലാണ് വരുന്നത്. ഈ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ താഴത്തെ ലീഡിൽ KCB സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ ഇൻ കേസ് കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് ഓവർ സ്വിച്ച് KCB മുകളിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ തന്നെ സെപ്പറേറ്റ് ഫേസ് ന്യൂട്രൽ ഉള്ളതുകൊണ്ട് തന്നെ, അല്ല അങ്ങനെ വലിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിന് സെപ്പറേറ്റ് RCCB കൊടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻവെർട്ടർ ലൈനുകൾക്ക് സെപ്പറേറ്റ് ഒരു RCCB പ്രൊട്ടക്ഷൻ ഉണ്ട്. കൂടാതെ നമ്മുടെ ടോട്ടൽ സർക്യൂട്ടിന് പവർ DBക്കും അല്ലെങ്കിൽ പവർ സർക്യൂട്ടുകൾക്കും RCCB പ്രൊട്ടക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ചിലവ് വ്യത്യാസം വരും. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് പോകുന്ന എല്ലാ പോയിൻറ്റുകളിലേക്കും സെപ്പറേറ്റ് ഫേസ് ന്യൂട്രൽ നമ്മൾ വലിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റുകൾ, ഫാനുകൾ, എല്ലാ മുറികളിലുള്ള സോക്കറ്റുകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം നമ്മൾ പോയിൻ്റ് വലിച്ചിരിക്കുന്നത് ഈ DBയിൽ നിന്നാണ്. ഇൻവെർട്ടറിൽ നിന്നുള്ള പവർ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഈ DBക്കകത്താണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സർക്യൂട്ടുകൾ വളരെയധികം സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. ഒരു മുറിയിലേക്ക് 2 സെറ്റ് ഫേസ് ന്യൂട്രലും ചെല്ലുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ വയറിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അത് വളരെ സേഫും നമുക്ക് പിന്നീടുള്ള ഓൾട്ടറേഷൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അതുപോലെ തന്നെ DBകൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു 4-5 പോയിൻ്റെങ്കിലും അല്ലെങ്കിൽ മോഡ്യൂൾ വേയെങ്കിലും ഫ്രീ ആയിട്ട് കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. വയറിങ് ചെയ്തതിന് മുന്നേ ആയിട്ട് കൃത്യമായിട്ട് വയറിംഗ് പ്ലാൻ ഉണ്ടാക്കുക. ഓരോ മുറികളിൽ നിന്നും DBയിലേക്ക് വരുന്ന വയറുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഒരു പൈപ്പിനകത്ത് 1/3 പോർഷനൊക്കെ വയർ കവർ ചെയ്യാൻ പാടുള്ളൂ. പൈപ്പിൻ്റെ ഏകദേശം 60% ഫ്രീ ആയിട്ട് കിടക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഡക്ഷൻ ലോസുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൈപ്പിനുള്ളിൽ വയർ തിക്കി നിറച്ച് വലിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് കംപ്ലൈൻറ്റുകൾ റെക്ടിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അനാവശ്യമായിട്ടുള്ള ELCB, RCCB ട്രിപ്പിങ്ങുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് വലിയ തലവേദനയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറിങ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. സർക്യൂട്ടുകൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം മാത്രം DBയുടെ വലിപ്പം സെലക്ട് ചെയ്യുക, പൈപ്പുകളുടെ എണ്ണം ചൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കൃത്യമായി പ്ലാനിങ് ചെയ്ത ശേഷം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ സർക്യൂട്ടുകൾ ഒത്തിരി നമ്പറുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പം നമുക്ക് 2 RCCB ആണുള്ളത്. ഒരു RCCB എന്ന് പറയുന്നത് നമ്മുടെ പവർ സർക്യൂട്ടുകൾക്ക്, നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ടിൽ വന്ന് കയറുന്ന സപ്ലൈക്ക് കോമൺ ആയിട്ടൊരൊറ്റ RCCB. കൂടാതെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്ലെറ്റുള്ള ലോഡുകൾക്ക് ഒരു RCCB. ഇത് കൂടാതെ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഔട്ട്ഡോർ ലൈറ്റുകൾ, അതായത് ഗേറ്റ്, കോമ്പൗണ്ട് വാൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ലൈറ്റുകൾ ലോണിൽ, അതായത് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഒത്തിരി ലൈറ്റുള്ളവരെ സംബന്ധിച്ച് അവിടത്തേക്ക് വേണ്ടി സെപ്പറേറ്റ് RCCB കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ഈ പുറത്ത് മഴ നനഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് മഴക്കാലങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ട്രിപ്പിങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് വീട്ടിലുള്ള കംപ്ലീറ്റ് ലൈറ്റുകളും ട്രിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഔട്ട്ഡോറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു RCCB വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ വേണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് വൈസ് ഒക്കെ ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. കാരണം RCCB അത്യാവശ്യം നല്ല ഒരു കമ്പനിയുടെ വാറണ്ടി ഉള്ള ഒന്ന് വാങ്ങിക്കണമെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. സിംഗിൾ ഫേസ് മേടിക്കണമെങ്കിൽ 3 ഫേസ് ആകുമ്പോൾ വീണ്ടും വില കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ചിലവ് കൂടാൻ സാധ്യതയുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് സേഫായിട്ട് ഉപയോഗിക്കാനായിട്ട്, കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അത് നല്ലതാണ്. മുറികളിലും എല്ലാ ബെഡ്റൂമുകളിലും വയറിങ്ങിൻ്റെ സമയത്ത് ചെയ്ത ഒരു കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പകൽ സമയങ്ങളിൽ കറണ്ട് കണ്ടിന്യൂസ് പോയി കിടക്കുന്ന ഒരവസ്ഥയിൽ സോളാർ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ AC ഒക്കെ ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ AC ഇങ്ങനെ ഒരു പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് സംവിധാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ നമുക്ക് കൈ എത്താത്ത ഒരു ഹൈറ്റിലായിരിക്കും ACയുടെ പോയിന്റുകൾ അൺപ്ലഗ് ചെയ്യാവുന്ന രീതിയിലുള്ളത്.
ഇതൊരിക്കലും നമുക്ക് പെട്ടെന്ന് ഇടിമിന്നലുള്ള സമയത്ത് ഊരിയിടലൊക്കെ പോസിബിൾ അല്ല. കാസേരയോ അല്ലെങ്കിൽ ലാഡറോ ഒക്കെ ഇട്ട് വേണം അൺപ്ലഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഫുൾ ടൈം ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ ഇട്ടേക്കും. ഇത് ഊരിയിടാനുള്ള സംവിധാനം നമ്മൾ താഴെ കൈയെത്തുന്ന സ്ഥലത്ത് സോക്കറ്റിൻ്റെ അടുത്ത് തന്നെ കൊടുക്കുന്നു. AC-യിലേക്ക് പോകുന്ന ഇൻപുട്ട് നമ്മളിങ്ങനെ ഒരു സോക്കറ്റ് 3 പിൻ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നു. 3 പിൻ ടോപ്പ് എവിടെ കുത്തുന്നോ അവിടെ നിന്ന് സപ്ലൈ AC പോയിന്റിലേക്ക് പോകും. ഇവിടെ ഒരു DP സ്വിച്ച് വെച്ചിരിക്കുന്ന കാണാം. അത് ഈ സോക്കറ്റിലേക്ക് ഔട്ട് വരുന്നതാണ്. ഇത് KSCB ഡയറക്റ്റ് ലൈനാണ്. നമുക്ക് നോർമൽ കേസിൽ നമുക്ക് ഇത് ഇവിടെ കുത്തി ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി KSCB അവൈലബിൾ അല്ല, പകൽ സമയത്ത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്കൊരു 3 kV അല്ലെങ്കിൽ ഒരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഈ സോക്കറ്റിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കുത്തി കണക്ട് ചെയ്ത് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 16 ആമ്പിയറിൻ്റെ സോക്കറ്റ് ചെയ്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോക്സിലേക്ക് ഒരു 2.5 സ്ക്വയർ എമ്മിൻ്റെ ഇങ്ങനെ മിനിമം ലൈൻ വലിച്ചിടുക. അപ്പോൾ 1.5 ടൺ വരെയുള്ള കേസിൽ നമുക്ക് അത് മതി. അതിന് മുകളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 4 സ്ക്വയർ എമ്മിൻ്റെ വയർ വലിച്ചാൽ മതിയാവും. കാരണം ഇപ്പോഴത്തെ ഇൻവെർട്ടർ AC-കളൊക്കെ 2 ടണ്ണിൻ്റെ AC പോലും നമുക്ക് 1000 വാട്ട്സ് താഴെയാണ് നോർമലി കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചേഞ്ച് ഓവർ സ്വിച്ച് കൊടുക്കാതെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് KSCB സപ്ലൈയോ അല്ലെങ്കിൽ ഇൻവെർട്ടർ സപ്ലൈയോ മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഫുൾ ടൈം നോർമൽ കേസിൽ ഇത് അൺപ്ലഗ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിരിക്കും. ഇടിമിന്നലുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള AC-കളൊക്കെ ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അൺപ്ലഗ് ചെയ്ത് ഇടാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ എനർജി പവർ സിസ്റ്റംസായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനലിലുള്ള വീഡിയോസ് ഒന്ന് എടുത്ത് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീട് പണിയുന്ന സമയത്തുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനെയുള്ള കൺസൾട്ടൻസി സർവീസുകൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ സംശയങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സോളാർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.